ഹലോ എവറി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അനാലിസിസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. റൈറ്റ്. സോ നിഫ്റ്റിയിൽ ലാസ്റ്റ് ഡേയിൽ ഞാൻ ഇത്രയ്ക്ക് ലെവൽസ്, ഇത്രയ്ക്ക് ഇങ്ങനത്തെ ഒരു ചാനൽ നമ്മുടെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ഇൻ മോർണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, പ്രൈസ് താഴേക്ക് വന്നു ആൻഡ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് എക്സാക്ട്ലി കണ്ടു. നമ്മൾ ഈ ഏരിയയിലാണ് സപ്പോർട്ട് എടുത്തത്. എക്സാക്ട്ലി ആ നമ്പർ എന്ന് വെച്ചാൽ 22,500. അത് ഐ തിങ്ക് ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു റൗണ്ട് നമ്പർ ആയിരുന്നു. എന്ന് വെച്ചാൽ OI ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ 22,500 ഓൾറെഡി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. 500 നമ്പേഴ്സ് ഭയങ്കര മെയിൻ നമ്പേഴ്സാണ്. 22,500, 21,500 ആൻഡ് 23,500. പിന്നെ പ്ലസ് ഇപ്പോൾ പിന്നെ റൗണ്ട് നമ്പേഴ്സ് നമ്മുടെ 23,000, 22,000, 21,000. സോ അങ്ങനത്തെ മറ്റേതാണെങ്കിൽ അങ്ങനത്തെ നമ്പേഴ്സ് അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ OI ഡാറ്റ കൂടുതലായിരിക്കും. മന്ത്ലി റൈറ്റിങ്സ് കൂടുതലായിരിക്കും. മന്ത്ലി ഓപ്പറേറ്റേഴ്സ് അവിടെ നിന്ന് റൈറ്റിംഗ് കൂടുതലാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇന്ന് മോർണിംഗ് വീണ്ടും ഇന്നലെ അത് ബ്രേക്ക് ചെയ്തില്ല, ബട്ട് ഇന്ന് മോർണിംഗ് താഴെ വന്നു സഡൻ ആൻഡ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ പോലെ അവിടെ അതിൻ്റെ ബിലോ ക്ലോസ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ വീണ്ടും ഇന്നലെ പറഞ്ഞായിരുന്നു. കണ്ടോ, എക്സാക്ട്ലി പിൻ പോയിൻ്റ് അവിടെ വന്നു, ആ ഒരു ലോ ആൻഡ് ദെൻ സഡൻ അപ്പ് ആൻഡ് ദെൻ വീണ്ടും റെസിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയി. റെസിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയത് 22,670 പിന്നെ എന്ന് വെച്ചാൽ പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു മുകളിലേക്ക് പോകാനുള്ള പവർ ഇല്ല. പ്രൈസ് ശരിക്കും മുകളിലേക്ക് പോകാൻ പാടില്ല. പോവുകയാണെങ്കിലും അത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവർ മുകളിലേക്ക് പ്രൈസ് കൊണ്ടുപോകുന്നത്. സോ കാരണം എന്ന് വെച്ചാൽ 5 റൂം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഞാൻ ഇന്ന് കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്ന ഒത്തിരി ലേറ്റായി. ഞാൻ കുറച്ച് നോമ്പാണല്ലോ, സോ ഇച്ചിരി ബിസിയാണ്. സോ പറയാനുള്ളത് എനിക്ക് തന്നെ, പ്രൈസ് നമ്മളെ 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ ഫോൾ തന്നെ വരുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. വേവ്സിൻ്റെ വീഡിയോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ വേവ്സിൻ്റെ വീഡിയോ കാണുന്നു. ഞാൻ പിൻ ചെയ്തേക്കാം. 1 2 3 വേവ്സ്, 1 2 3 4 5 വേവ്സ് ആണ്. ABC സ്ട്രക്ചർ ഒത്തിരി പേര് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് ഉടനെ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഐ തിങ്ക് ആദ്യം ABCയുടെ വീഡിയോ ഉണ്ടാക്കാം. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കൂടുതൽ കമൻറ്റ്സ് വരുന്നോ അതനുസരിച്ച് കേട്ടോ ABCയുടെ വീഡിയോ ഞങ്ങൾ അതും ഉണ്ടാക്കിക്കോളാം. കാരണം ഏകദേശം 1 2 3 5യുടെ സ്ട്രക്ചർ ആ ഒരു മൂവ് നിങ്ങൾക്ക് കുറച്ച് പിടി കിട്ടിയിട്ടുണ്ട്. ബട്ട് ABC നിങ്ങൾക്ക് അറിയത്തില്ല. സോ അത് ഞാൻ കുറച്ചുകൂടി നല്ലൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കി ഷെയർ ചെയ്തേക്കാം. ലേണിംഗ് വീഡിയോ ആയിരിക്കും, പ്രോപ്പർ മേ ബി മാക്സിമം ഞാൻ ട്രൈ ചെയ്യും അത്. ബട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം ABC സ്ട്രക്ചർ, ABCയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എത്ര കമൻറ്റ്സ് വരുന്നോ അതനുസരിച്ച് ഞാൻ അഗ്രസീവ്ലി ഒരു വീഡിയോ ഉണ്ടാക്കാം. സോ ഇതായിരുന്നു നമ്മുടെ സ്ട്രക്ചർ. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഇതാണ് എൻഡിങ് ഡയനൽ പാറ്റേൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇന്ന് അവർ തന്നത്. എക്സാക്ട്ലി ഇന്ന് ഞാൻ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. 780 ആണ് ഞാൻ കൊടുത്തത് യൂട്യൂബിൽ. എന്നുവെച്ചാൽ ആ സമയത്ത് നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു റെസിസ്റ്റൻസ് 22,680. എക്സാക്ട് ആ ഒരു 4 പോയിൻറ്റ്സിന് എന്തോ മിസ്സായി. ആൻഡ് ദെൻ അവിടെ നിന്ന് വീണ്ടും വീക്ക് ക്യാൻഡിലാണ്. 15 മിനിറ്റ്സ് ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് വീക്ക് ഡോജിയാണ്. നെക്സ്റ്റ് റെഡ് ക്യാൻഡിലായി ആൻഡ് ദെൻ പിന്നെ ഫർദർ ഫോളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വേഗം നെക്സ്റ്റ് എന്താണ്, വേഗം നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. ബാക്കിയെല്ലാം ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. സപ്പോർട്ട് നെക്സ്റ്റ് ഇത് തന്നെ ഇന്നത്തെ ലോ ആണ് സപ്പോർട്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ സപ്പോർട്ടാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത് 22,320 ആണ്. ഓക്കെ, പിന്നെ അതുകൂടി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നമ്പർ അറിയാലോ എല്ലാവർക്കും, 22,080. അത് 81.20% ആണ്. ഇനി നമുക്ക് ഈ ഹൈയും കിട്ടി, ഈ ലോ കിട്ടി. സോ സെക്കൻഡ് വേവിൻ്റെ ഫോൾ നമുക്ക് എവിടെ വരെ വരുമെന്നാണ് നോക്കേണ്ടത് ഇനി. യെസ്, ഓക്കെ, അത് ആ നമ്പർ വരുന്നത് ഏതാ 22,100, 81.20 ആണ്. പിന്നെ 22,240 ആൻഡ് 22,130 ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, 320. ഓക്കെ, സോ അങ്ങനെയൊക്കെ സപ്പോർട്ട്സ് ലെവലിലാണ്. 61.20 കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. കാരണം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ലോ ആയി, ഏതാ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, അത് ഏകദേശം അവിടെ തന്നെ വരുന്നത് 20,240 കണ്ടോ. അപ്പോൾ നമ്മുടെ ഫിബനാച്ചിയും ആ ലെവൽസ് എല്ലാം കൂടി പെർഫെക്റ്റ്ലി തന്നെ സിങ്കായി, മനസ്സിലായി. അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിൻ്റെ ബിലോ ക്ലോസിങ് വന്നാൽ ഫർദർ ഡൗൺ സൈഡ് 22,100 പിന്നെ ഉറപ്പായിരിക്കും. ഐ തിങ്ക് സോ മാക്സിമം ചാൻസസ് ഉണ്ടാവും ഇവിടെ വരെ വരാനുള്ള ചാൻസ് 22,100. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് ഇനി ബാക്കിക്ക് അത് പോയി. ഇനി ഇത് നല്ല റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ ഹൈ. പിന്നെ ഇനി ഫർദർ അപ്കമിങ് മൂവ് ഇൻ കേസ് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ
22,500 നല്ല റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ചെറിയൊരു അപ്പ് മൂവ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫോർ ദ സഡൻ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പോവുക, റീഡ് ചെയ്യുക സ്ട്രക്ചർ. നമ്മുടെ ഈ 5 മൂവ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ റെസിസ്റ്റൻസ് നോക്കിക്കാം 22,677. ഇത് ഇവിടുന്ന് സ്ട്രക്ചർ കൗണ്ട് ചെയ്യുക. 1 2 ഇത് ഫുള്ളി ഇവിടെ ഒരു 3, ഇത് 4, ഇത് ഫുള്ളി ഇവിടെ ഒരു 5. മനസ്സിലായോ? അതാണ് ആ ഒരു സ്ട്രക്ചറുടെ റീഡിങ്. കാര്യം മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത് 1 കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണം, എന്നിട്ടേ നമ്മൾ സെക്കൻഡ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, തേർഡ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സോ അത് ഇത് 1 ആയി ഫുൾ ബാക്ക് ആയിരുന്നു, അത് 2 ആയി, ഇത് ഫുൾ 2 ആണ്. കാരണം 1 ഡേ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇത് ഇവിടെയാണ് ലോ ബ്രേക്ക് ചെയ്തത്. സോ ഇവിടെ വരെ 3 ആയി, ആൻഡ് ദെൻ വീണ്ടും ഫുൾ ബാക്ക് 4 ആയി, ആൻഡ് ദെൻ 5. 2 to 4 ലൈൻ കൂടി ഇടണം. ഇത് ഇവിടുന്ന് ലൈൻ ഇടുവാണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ മനസ്സിലാകും. അതാണ് ഞാൻ പറയണത്. നിങ്ങൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലാണ് എനിക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളെ വേവ്സിൻ്റെ എൻട്രി എല്ലാവരും കൂടി മാക്സിമം ഷെയർ ചെയ്യാൻ തോന്നുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ 2 to 4 ലൈൻ, 2 to 5 ലൈൻ, ബോട്ടം ടു 1 2 ആൻഡ് 5 ലൈൻ, അതൊക്കെ എല്ലാം കൂടി എനിക്ക് അപ്പോഴേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ സ്ട്രക്ചർ. ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വേഗം എലിറ്റ് വേവിൻ്റെ 1 2 3 4 5 കാണിച്ചു തരാം. നമ്മുടെ ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. യെസ്, ഇതാണ് ബോട്ടം ആൻഡ് ദെൻ 1. ഇത് ഈ പുൾ ബാക്ക് ആയിരുന്നു 2. ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വന്നു. ഇവിടെയാണ് ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് വന്നു, ആൻഡ് ദെൻ 3 ഇവിടെ കംപ്ലീറ്റ് ആയി, ആൻഡ് ദെൻ 4ത്തിൻ്റെ പുൾ ബാക്ക് ആയി, ആൻഡ് ദെൻ 5th ഇവിടെ വരെയാണ് സ്ട്രെച്ച് ചെയ്ത്. ഇവിടെ തീരേണ്ടതാണ്, ബട്ട് അവർ നെക്സ്റ്റ് വീണ്ടും താഴേക്ക് കൊണ്ടുപോയി. അത് എത്ര വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം. പ്രൈസ് അവർക്ക് എത്ര വേണമെങ്കിൽ കൊണ്ടുപോകാം, അതിൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. റൈറ്റ്, ഇതാണ് സ്ട്രക്ചർ. മനസ്സിലായല്ലോ? ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാവും. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് മനസ്സിലായിട്ടുണ്ടോ, സംശയമുണ്ടോ, ഡൗട്ടുണ്ടോ, എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ്. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഈ സ്ട്രക്ചർ ഫുൾ എ ആണ്. എ നടന്നുകൊണ്ടിരിക്കുക. ബിയുടെ പുൾ ബാക്ക് വരും, അത് ഇവിടെ നിന്ന് താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് വരും, പിന്നെയാണ് സി കംപ്ലീറ്റ് ആവും. 15 മിനിറ്റ് ടൈം ഫ്രെയിം സ്ട്രക്ചറിൽ അങ്ങനെയാണ്. സോ അത് ക്ലിയർ ഇപ്പോൾ ആയിട്ടില്ല. താഴെ വന്നിട്ട് പിന്നെ പുൾ ബാക്ക് തരണം. പുൾ ബാക്ക് എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്? സപ്പോസ് ഇവിടെ നിന്ന് തന്നെ പുൾ ബാക്ക് തരുവാണെങ്കിൽ അപ്പോൾ ഫിബൊനാച്ചി ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിങ്ങനെ. സോ 81.20 മിനിമം അവിടെ വരെ മാക്സിമം പോകേണ്ടതാണ് റീട്രേസ്മെൻറ്റ്. ദെൻ പിന്നെ ഫർദർ ഫോൾ കിട്ടുള്ളൂ. ഓക്കെ, ഇൻ കേസ് ഇതാണെങ്കിൽ ലോ ആണെങ്കിൽ ഇവിടുന്ന് പുൾ ബാക്ക് 81.20 വരെ മാക്സിമം പോകാറുള്ളൂ. ഇടയ്ക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റീട്രേസ്മെൻറ്റ് തന്നിട്ട് ചിലപ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടാവും. സോ ഈ 3 മൂവ്സിലാണ് താഴേക്ക് വരുള്ളൂ. ഒരു 6 ഐ തിങ്ക് മുറാഫിൻ്റെ കമൻറ്റ് ആണോ ടെൽനോ ജാൻ്റെ ആണോ, ഞാൻ കൺഫ്യൂസാണ്. മറ്റേ ഇവർ ചോദിച്ചായിരുന്നല്ലോ സി എത്ര വരെ, സി മൂവ്സിലായിരിക്കും. സി ഉണ്ടല്ലോ, ആക്ച്വലി 5 മൂവ്സിൽ മാത്രമേ പോവുള്ളൂ. സി കൺഫേം ആണ് 1 2 3 4 5. സി മാത്രം 5 മൂവ്സിലേക്ക് പോവുള്ളൂ. അത് എത്ര വേണമെങ്കിൽ പോകും. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ടാണ് നോക്കാറുള്ളൂ. നോർമലി 127% ആണ് സി പോകാറുള്ളൂ. ഓക്കെ, സോ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാ, നമുക്ക് റെഡിയാക്കി തരാം, മറ്റേ വീഡിയോ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. വേഗം ബാങ്ക് നിഫ്റ്റി അനുസരിച്ച് കിടക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടോ വീക്കാവാൻ തുടങ്ങി. ബാങ്ക് നിഫ്റ്റിക്ക് അവോയ്ഡ് ചെയ്യുക, അതാണ് നല്ലത്. എന്ത് സ്ട്രക്ചറാണെന്ന് ക്യാൻഡിൽസ് ഉണ്ടോ? ക്യാൻഡിൽസ്, ഈ ഒരു ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽസ് ഉണ്ടോ? ഈ ക്യാൻഡിൽസിൽ ഒന്നും നടന്നിട്ടില്ല, വെറുതെ വേസ്റ്റാണ്. അതാണ് എനിക്ക് പറയാൻ പോകുന്നത്. അത് ഈ ലാസ്റ്റ് ഈ ക്യാൻഡിലിൽ എന്താ കിട്ടിയേക്കുന്നത്, ഇവിടെയും എന്താ കിട്ടിയേക്കുന്നത്, ഒന്നും കിട്ടത്തില്ല. സോ എന്തായാലും ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കും. യെസ്, ഇതിൻ്റെ ബിലോ ആണ് ഫർദർ ഫോൾ. അപ്സൈഡ് ഇതിൻ്റെ കച്ചറാക്കി വെച്ചിട്ടുണ്ട് അവർ 48,600. സ്ട്രക്ചർ മനസ്സിലാവുന്നില്ല ഇതിൻ്റെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ. എനിക്ക് പിന്നെ ഇതൊരു സപ്പോർട്ടാണ്, അതുകൂടി ബ്രേക്ക് ചെയ്ത ഫർദർ സപ്പോർട്ട് അതിൻ്റെയാണ്. ഇതായിരിക്കും, ഈ ലോ ആയിരിക്കും. ഓക്കെ, ഇത്ര മതിയല്ലോ ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചറിൽ. ഓക്കെ, വേഗം സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് എക്സാക്ട് ഇത് തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. കണ്ട ആൻറ്റി ഡയൽ പാറ്റേൺ ഓൺ ടോപ്പ് ഒന്നുകൂടി ടച്ച് ചെയ്ത് ഒരു ടോപ്പ് കണ്ട എക്സാക്റ്റാണ്. ആൻഡ് വീണ്ടും ഫർദർ ഫോൾ. എന്താ ഇനി നെക്സ്റ്റ് ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആയിരിക്കുള്ളൂ. 74,000 ഓൺ നമ്പർ ആക്കിയിരിക്കും. 3-4 പോയിൻറ്റ്സ് കൂടി എന്തോ ഉള്ളൂ, 5 പോയിൻറ്റ്സ് 10 പോയിൻറ്റ്സ് എന്തോ ഉള്ളൂ.
20 പോയിൻറ്റ്സ് ഉണ്ടാവും. സോ 74,000 ബ്രേക്ക് ആയാൽ ഫർദർ ഫോൾ ആൻഡ് ബാക്കി ലെവൽസ് താഴേക്ക് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്കമ്മിങ് അപ്പ് മൂവ് ഇതിൻ്റെ അബവ് തന്നെ വരുള്ളൂ. ഏതാ 74,700 അബവ്. ഓക്കെ, അപ്പ് മൂവ് ഇതിൻ്റെ അബവ് തന്നെ വരുള്ളൂ. ഞാൻ താഴേക്ക് തന്നെ ഇതിനകത്ത് ഞാൻ നോക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത്രയ്ക്ക് സ്ട്രെച്ചായി, 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. സോ താഴെ ABC 3 സ്ട്രക്ചറിൽ താഴേക്ക് വരേണ്ടതാണ്, എന്നിട്ടേ ഫർദർ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ ഇതായി. യെസ്, ഈ ക്യാൻഡിലിൻ്റെ ലോ കൂടിയാണ് സപ്പോർട്ട്. അതുകൂടി ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ താഴേക്ക് ഇത് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. വേണ്ടത് ഇതൊരു സപ്പോർട്ടായി. ആൻഡ് ദെൻ 73,000. യെസ്, ഓക്കെ, മതിയല്ലോ. ഫിബനാച്ചി വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും കൂടി. ഫിബനാച്ചിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ പ്ലേ ലിസ്റ്റിലുണ്ട്. ലേണിംഗ് വീഡിയോസിലും പോവുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഫിബനാച്ചി ലേണിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി എല്ലാവരും കൂടി ശ്രദ്ധിച്ച് നോക്കുക. യെസ്, മിഡ് ക്യാപ് നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, മിഡ് ക്യാപ് നിഫ്റ്റി വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഫർദർ അപ്പ് മൂവ് കിട്ടുകയുള്ളൂ. അത് എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് മുകളിലേക്ക് കൊണ്ടുപോയി ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് ദെൻ വീണ്ടും ബ്രേക്ക് ഡൗൺ ആൻഡ് ഫർദർ വീണ്ടും. ബട്ട് ആക്ച്വലി ഈ സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 ഡിസ്ട്രക്ഷനിലാണ്, 4 ഇത് 5 അല്ല. സോ നോക്കാം മിഡ് ക്യാപ്പ് എവിടെ വരെ പോയിരുന്നു. ഫിബ്രവരി ട്രേസ്മെൻറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 50% ബില്ലോ ആണ്. സോ ഇനി വീക്ക്നെസ് ആണ്, ഫർദർ വീക്ക്നെസ് ഇതിൻ്റെ ബില്ലോ ആണ്. 10,900 ഇതൊക്കെ സപ്പോർട്ട് സോണാണ്. ഓക്കെ, ഇനി അപ്പ് മൂവ് വരുന്നത് ഇതിൻ്റെ അബവ് 11,100 അബവ് അപ്പ് മൂവ്. പിന്നെ റെസിസ്റ്റൻസ് ഇതായി. നെക്സ്റ്റ് 11,200 ആൻഡ് നെക്സ്റ്റ് 11,300. ഈ സപ്പോർട്ട് ലൈൻ്റെ ഇപ്പോൾ ആവശ്യം ഇല്ല നമുക്ക്. ഓക്കെ, സ്ട്രക്ചറിൽ ഇത് ഹോൾഡ് ചെയ്യണം, 10,900 ഹോൾഡ് ചെയ്യണം. ഇത് ഹോൾഡ് ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ താഴത്തെ ലെവൽസ് ആക്റ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട.